സല്യൂട്ട് സുമനസ്കരെ. 1997 ജൂൺ മാസം ഞാൻ പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ നടത്തിയ ഒരു ചാരായ വേട്ട, വ്യാജ ചാരായം, ആനമയക്കി എന്ന പേരിലുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചതും അതിനോടനുബന്ധിച്ച് പോലീസ് അടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥർ അതിൻ്റെ പുറകിലുള്ള മധ്യരാജാവിൻ്റെ കയ്യിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റുന്ന വിവരം സർക്കാരിനെ അറിയിച്ചതിനെക്കുറിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സംഭവ കഥ. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഈ സംഭവം. അതുകൊണ്ട് ഇത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയും കൂടെ കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വ്യാജ മദ്യ കച്ചവടം തടഞ്ഞു എന്ന് മാത്രമല്ല, നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനായി, നിരവധി പേർ കണ്ണുപൊട്ടുന്നത് തടയാനായി, അതിനേക്കാൾ ഉപരിയായി സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെ കവിഞ്ഞ് മാസപ്പടി കൈപ്പറ്റിക്കൊണ്ട് അനധികൃതമായിട്ട് ഈ ആനമേക്കിയുടെ നിർമ്മാണവും കച്ചവടവും അവിടെ നടത്താൻ ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വസ്തുത വെളിച്ചത്ത് വന്നപ്പോൾ എന്തായാലും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് ഞാനും കളക്ടറും കൂടെ ചേർന്നിരുന്ന് ഒരുമിച്ച് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒപ്പിട്ടാണ് സർക്കാരിലേക്ക് റിപ്പോർട്ട് അയച്ചത്. അതിൻ്റെ കോപ്പി ചീഫ് സെക്രട്ടറിക്കും DGPക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം സർക്കാരിൻ്റെ തലത്തിൽ വേണം ഇതിന് കൂടുതൽ നടപടി സ്വീകരിക്കാൻ. വിജിലൻസ് എൻക്വയറിയോ വിജിലൻസ് കേസോ എടുക്കേണ്ടി വരും. DYSP അടക്കമുള്ള RDO അടക്കമുള്ള ചില ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡോക്യുമെൻറ്റുകളും ഒന്നും കേസിന് അനുബന്ധ രേഖകളായി കോടതിയിൽ കൊടുത്തിരുന്നില്ല. കാരണം അത് വ്യാജ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല. പക്ഷേ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് വിജിലൻസ് എൻക്വയറിക്കോ കേസിനോ വേണ്ടി സമർപ്പിക്കേണ്ടതാണല്ലോ എന്നതുകൊണ്ട് ഈ രജിസ്റ്ററുകളും ഡോക്യുമെൻറ്റുകളും റെക്കോർഡുകളും എല്ലാം എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഇന്ദ്രജിത് സിംഗ് IAS ആയിരുന്നു അന്നത്തെ ജില്ലാ കളക്ടർ. ഒരു ദിവസം ഈ വിവരങ്ങളൊക്കെ അറിയാതെ തന്നെ അമ്മ എന്നോട് പറഞ്ഞു, അമ്മയുടെ ഒരു ബന്ധു അമ്മയെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഈ രജിസ്റ്ററുകളും രേഖകളും ഒരാൾ വശം കൊടുത്തു വിടാമെങ്കിൽ ആദ്യം കൊടുക്കുന്നതിന് മുമ്പായി 50 ലക്ഷവും അത് കൈപ്പറ്റിയതിന് ശേഷം 50 ലക്ഷവും, അങ്ങനെ 1 കോടി രൂപ എനിക്ക് തരാം എന്നുള്ളൊരു വാഗ്ദാനം പറയുകയായിരുന്നു. അതായത് എന്നെയും കൂടെ കൈക്കൂലി നൽകി സ്വാധീനിച്ച് ഈ രജിസ്റ്ററുകൾ കൈക്കലാക്കാനായിട്ട്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പലർക്കും അത് മോശമാണ്, അവരുടെ കൊള്ളരുതായ്മകളെല്ലാം ജനം അറിയും. അപ്പോൾ അതുകൊണ്ട് കേസിൻ്റെ വഴിയിൽ നടക്കട്ടെ, പക്ഷേ ഈ രജിസ്റ്റേഴ്സ് മാത്രം എനിക്ക് തന്നു കഴിഞ്ഞാൽ 1 കോടി രൂപ തരാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ ഒരു ബന്ധുവിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് 1 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തുകയായിരുന്നു. പക്ഷെ അത് ഞാൻ വിസമ്മതിച്ചുകൊണ്ടാണ് ഭാവി നടപടിയെടുക്കാനായി ഒരുങ്ങിയത്. ഈ രജിസ്റ്ററിനെ പറ്റി കളക്ടറോട് പറയുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ട് ചെയ്ത് സർക്കാരിന് കൊടുക്കുകയും ചെയ്തത്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും അതിന് യാതൊരു നടപടിയും ഒരിടത്തു നിന്നും ഉണ്ടായി. കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. കാരണം ഈ ഓഫീസേഴ്സിന് അറിയാം എൻ്റെ കീഴിലുള്ള 11 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് ഞാനൊരു കത്തയച്ചു എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് ഇവർ എൻ്റെ അടുത്ത് വളരെ ശത്രുതാ മനോഭാവത്തിലാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ അതുപോലെയുള്ള ശത്രുക്കളെ വെച്ചുകൊണ്ട് ഒരു ജില്ല ഭരിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. എങ്ങനെയാണ് ഇതിലൊരു തുടർ നടപടി ഉണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കളക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു, നമുക്ക് പത്രങ്ങളിലൂടെ ഇതൊന്ന് പുറത്ത് പറഞ്ഞാലോ ഈ വാർത്ത എന്ന്. കാരണം പത്രക്കാർ അതുവരെ വളരെ നിസ്സാരമായിട്ട് ഒരു ചാരായ റെയ്ഡ് പിടിച്ചു എന്നുള്ള മട്ടിലാണ് അത് എഴുതിയിരുന്നത്. ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് അവരെ ധരിപ്പിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും കളക്ടറും കൂടെ ചേർന്നൊരു തീരുമാനമെടുക്കുകയും ഞങ്ങൾക്ക് പരിചയമുള്ള വിശ്വാസമുള്ള ഒരു പത്രമാധ്യമ സുഹൃത്തിനെ ഞാൻ ഇക്കാര്യം വിളിച്ച് പറയുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ ഈ വാർത്ത ഹിന്ദുവിൽ പിറ്റേ ദിവസം വരികയും അതേ തുടർന്ന് മറ്റ് പത്രങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് പറയുകയും സർക്കാർ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിച്ച് എൻ്റെ കീഴിലുള്ള 11 ഉദ്യോഗസ്ഥരെ അടക്കം നിരവധി ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ആവുകയും ചെയ്തു. ഒരു വിജിലൻസ് എൻക്വയറിയും, കേസെടുത്തില്ലെങ്കിലും വിജിലൻസ് എൻക്വയറിയും ഓർഡർ ചെയ്തു. അതേ തുടർന്ന് വളരെയധികം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. എന്തുമാത്രം ദുരിതമാകും ജീവിതം എന്നുള്ളത് കാണിച്ചു തന്ന ഒരു അനുഭവമായിരുന്നു അത്. DYSPമാർ, CIമാർ, SIമാർ ഇവരൊക്കെ തികച്ചും എനിക്കെതിരെ അങ്ങ് തിരിഞ്ഞു പ്രവർത്തിക്കാൻ തുടങ്ങി. CMൻ്റെ ഓഫീസിൽ നിന്നാണ്, DGPയുടെ ഓഫീസിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ, ഫോൺ എടുക്കുമ്പോൾ പുളിച്ച തെറിയായിരിക്കും അതിലെ കൂടെ കേൾക്കുന്നത്. അപ്പോൾ അന്നും പോലീസ് ചില ഉദ്യോഗസ്ഥർക്ക് ഈ തെറി ഭാഷാ പ്രയോഗം വളരെയധികം ഇഷ്ടമായിരുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് ഔദ്യോഗികമായിട്ട് പോകുന്ന വഴി ഡീസൽ അടിക്കണം എന്ന് പറഞ്ഞ് ഡ്രൈവർ ഒരു പെട്രോൾ ബങ്കിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി ഡീസൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ വെടിവെക്കാനായിട്ട് ഒരു സർവീസ് റിവോൾവറുമായിട്ട് ഒരു പോലീസ് ഓഫീസർ വന്ന്, നിന്നെ ചുട്ടുകളയുവടി, നീ എന്ത് വിചാരിച്ചു, എന്നെ നീ സസ്പെൻഡ് ചെയ്യിക്കൂടി, അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് പറഞ്ഞ് നല്ല മദ്യത്തിലായിരുന്നു ആള്. സസ്പെൻഷനിലായിട്ടും അയാൾ സർവീസ് റിവോൾവർ തിരിച്ചു കൊടുക്കാതെ അതും കയ്യിൽ വെച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി നടക്കുകയാണ്. അയാൾക്കെതിരെ വേറൊരു കേസും അന്ന് എടുത്തായിരുന്നു. അന്ന് എൻ്റെ മകൻ 5 വയസ്സായിരുന്നു പ്രായം.
അവൻ പഠിച്ചിരുന്നത് പത്തനംതിട്ടയിലുള്ള മൗണ്ട് ബത്തനി എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു, 1ാം ക്ലാസ്സിൽ. അവിടുത്തെ ടീച്ചർ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഒന്ന് വേഗം ഇങ്ങോട്ട് വരണം, ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് കിതക്കി അണക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോനെക്കുറിച്ചുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം എല്ലാം ഇട്ടിട്ട് ഓടി അങ്ങോട്ട് ചെന്നു. ടീച്ചർ പറയുന്നത് മാഡത്തിൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരു ശ്രമം നടന്നു. ഒരാൾ രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഞാൻ ഒരു പോലീസുകാരനാണ്, മാഡത്തിൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്, മാഡത്തിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ആശുപത്രിയിലാണ്, മോനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് കുട്ടിയെ കൊണ്ടുപോവാണ്, ഗോകുലിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അതിനെപ്പറ്റി ഒന്നും സംശയിച്ചില്ല. ടീച്ചർ മോൻ്റെ അടുത്ത് പറഞ്ഞു, ഗോകുൽ വേഗം പൊക്കോ, ഈ പോലീസ് സംഘങ്ങളുടെ കൂടെ പൊക്കോ. അവൻ ടീച്ചർ പറഞ്ഞ അനുസരിച്ച് ബാഗെല്ലാം ബുക്കൊക്കെ തിരിച്ച് ബാഗിലിട്ട് ബാഗും തോളിലിട്ടുകൊണ്ട് എണീറ്റ് പോകാനായിട്ട് വാതിൽക്കൽ ചെന്ന ആ പോലീസ് അങ്കിളിൻ്റെ എന്ന് പറഞ്ഞ ആളുടെ മുഖത്തോട് നോക്കിയിട്ട് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ഇത് പോലീസ് അങ്കിൾ അല്ല. ടീച്ചർ പറഞ്ഞു, ആണോ, മോൻ എങ്ങനെ അറിയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കട്ടെ, അമ്മയുടെ ഓഫീസിലോ വല്ലതും വിളിച്ച് നോക്കട്ടെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ഓടിക്കളഞ്ഞു. ടീച്ചർക്ക് മനസ്സിലായതൊന്ന് തട്ടിക്കൊണ്ട് പോകാനുള്ളൊരു ശ്രമം നടന്നതാണ്, അതുകൊണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, മോൻ എങ്ങനെ മനസ്സിലായി അയാൾ പോലീസ് അങ്കിൾ അല്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ 5 വയസ്സേ ഉള്ളൂ, പക്ഷേ എന്നാലും അവൻ വളരെ ചെറുപ്പത്തിൽ തൊട്ടുള്ള ഒരു കുശാഗ്ര ബുദ്ധിക്കാരനാണ്. അപ്പോൾ അവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ താടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറി ഇരുന്നുകൊണ്ട് ചോദിക്കും, അച്ഛനെന്താ പോലീസ് ആവാത്തത്, അമ്മ മാത്രമാണല്ലോ പോലീസ്, അച്ഛനും കൂടെ പോലീസ് ആയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, അതെനിക്ക് താടിയുണ്ട്, അതുകൊണ്ട് താടിയുള്ളവരെ ആരും പോലീസിൽ എടുക്കൂല എന്ന് പറയുന്ന കേട്ട് അത് മനസ്സിൽ തറഞ്ഞു കിടന്നു അവൻ്റെ. അപ്പോൾ ഈ വിളിക്കാൻ വന്ന പോലീസാണെന്ന് പറഞ്ഞ് വിളിക്കാൻ വന്ന ആൾക്ക് താടി ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് അവന് തോന്നി, ഇത് പോലീസ് അല്ല എന്ന് തോന്നിയിട്ടാണ് ടീച്ചറിനോട് ഇത് പോലീസ് അങ്കിൾ അല്ല എന്ന് അവൻ പറയാൻ കാരണമെന്ന് അവൻ പിന്നീട് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. എന്തൊരു ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല. പിന്നെ രണ്ടാമത് വേറൊരു സംഭവം ഉണ്ടായത്, എൻ്റെ ഭർത്താവിനെ വെട്ടിക്കൊന്ന് കളയാനായിട്ടൊരു ഓർഡർ, ഒരു കൊട്ടേഷൻ കൊടുത്തു. അതും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണോ വേറെ ആരെങ്കിലും ആണോ, ഈ അബ്കാരി മുതലാളിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഗുണ്ടകൾ, RSSകാരും അല്ല, അവരുടെ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ 4 ലക്ഷം രൂപയും കൈപ്പറ്റിക്കൊണ്ട് ബസ്സിൽ കയറി. എൻ്റെ ഹസ്ബൻഡ് അന്ന് പത്തനംതിട്ടയിൽ നിന്ന് എന്നും ബസ്സിൽ കയറി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ പോകും, തിരിച്ച് വൈകുന്നേരം വരികയും ചെയ്യും. അപ്പോൾ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബസ്സിൽ കയറി ആളെ അന്വേഷിച്ചപ്പം മനസ്സിലായി, ശ്രീലേഖ എന്ന് പറയുന്ന SP-യുടെ ഭർത്താവിന് എന്തോ ഒരു BJP കണക്ഷൻ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ കുറേ പേര് BJP മെമ്പേഴ്സാണ്, അദ്ദേഹത്തിനൊരു BJP സിമ്പതി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് അവരിത് ചെയ്യാതെ അവരെന്നോട് ഒന്ന് പറയുകയായിരുന്നു, മാഡം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇങ്ങനെ കൊട്ടേഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് സാറിനോടൊന്ന് സൂക്ഷിച്ച് പോകാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കും കൊട്ടേഷൻ, അതുകൊണ്ട് മാഡം ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള മട്ടിൽ അവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞ ഒരു സംഭവം വളരെയധികം ഞങ്ങളെ ഞെട്ടിപ്പിച്ചു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ എൻ്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട്, മാഡത്തിൻ്റെ വീട്ടിൽ കഞ്ചാവ് കെട്ടുകണക്കിന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, മയക്കുമരുന്നുകൾ കെട്ടുകണക്കിന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, വന്ന് റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്നെനിക്ക് സംശയമുണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ, ആരും കൊണ്ടുവന്ന് ഈ കഞ്ചാവ് പൊതികളോ കെട്ടുകളോ ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും വെക്കാതിരിക്കാൻ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കുറച്ച് പേടിയായി എനിക്ക്. ഞാൻ ചോദിച്ചു, ഇങ്ങനെയും കൊടുക്കാൻ ശ്രമമുണ്ടോ എന്ന്. കഴിഞ്ഞ ഞാൻ എൻഫോഴ്സ്മെൻറ്റിൽ ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മാഡത്തിൻ്റെ വീട്ടിൽ സ്വർണ്ണക്കട്ടികളുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, രഹസ്യ വിവരമാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പേടിച്ചാണ് ഞാനൊരു ലോഡഡ് റിവോൾവർ വെച്ചുകൊണ്ടാണ് അന്നൊക്കെ നടന്നിരുന്നത്. ഞാൻ സാധാരണ ആയുധങ്ങൾ കൈക്കൊണ്ട് നടക്കാറില്ല, പക്ഷേ ആ സമയം ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അടുത്തും എൻ്റെ കയ്യിലുമൊക്കെ ഒരു ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു റിവോൾവറും വെച്ചുകൊണ്ടായിരുന്നു ഞാൻ നടന്നിരുന്നത്. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു, എപ്പോഴാണ് ആരാണ് വന്ന് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്. ഈ സംഭവങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ CBIയിലെ ചില ഉദ്യോഗസ്ഥർ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും, ശ്രീലേഖ CBIയിലേക്ക് വരുന്നുണ്ടോ, CBI കൊച്ചി ബ്രാഞ്ചിൽ ഞങ്ങളൊരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എറണാകുളം ബ്രാഞ്ചിലേക്ക് കേരളത്തിൻ്റെ മുഴുവൻ ചാർജുള്ള SP ആയിട്ട് ശ്രീലേഖയെ പോസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ഒരു ഓഫീസർമാരല്ല 2-3 ഓഫീസർമാർ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാണ് ഞാൻ എന്ന തോന്നൽ കൊണ്ടായിരിക്കും അവരെ ചോദിച്ചത്. പക്ഷേ ആ സമയത്ത് എനിക്ക് CBI എന്നുള്ളൊരു കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. കേരളത്തിൽ തന്നെ ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകണം എന്നുള്ള ഒരാഗ്രഹവും ഇല്ല. പക്ഷേ വേറൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ച് പറയുകയായിരുന്നു എനിക്ക് താല്പര്യമുണ്ട് എന്ന്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സസ്പെൻഷനായ ഉദ്യോഗസ്ഥർക്ക് പകരം 11 പേരെയും 11 പോസ്റ്റുകളും ഒരു 5-6 മാസമായിട്ട് ഒഴിഞ്ഞു കിടന്നു. ആരും പകരം വന്നില്ല, ആരെയും DGPയോ ഗവൺമെൻറ്റോ പകരം പോസ്റ്റ് ചെയ്തില്ല. ഏറ്റവും നല്ല പോസ്റ്റുകളാണ്, അതായത് DSP പത്തനംതിട്ട, DSP സ്പെഷ്യൽ ബ്രാഞ്ച്, ടൗൺ CI, അങ്ങനെയുള്ള CIമാരും ഒക്കെ ചേർന്നാണ് ഈ
അഴിമതി കാണിച്ചിരിക്കുന്നത്, മാസപ്പടി വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ സസ്പെൻഷനായപ്പോൾ അവർക്ക് പകരം വേറെ ആളുകളെ എനിക്ക് തരാത്തത് കൊണ്ട് അവരുടെ ജോലിയും കൂടെ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. വളരെയധികം ജോലി തിരക്കും ഭയങ്കരമായിട്ട് ടെൻഷനും കൂടി വന്നപ്പോൾ DGPയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, സർ ഇവർക്ക് പകരം എനിക്ക് ഓഫീസേഴ്സിനെ ആരെയും പോസ്റ്റ് ചെയ്തില്ലല്ലോ, പ്ലീസ് പോസ്റ്റ് സംബഡി സർ, എനിക്ക് 4 DSPമാരെയും 3 CIമാരെയും പ്രത്യേകമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാറിനോട് കുറേ അഭ്യർത്ഥിച്ചു. ഒരു 3ാമത്തെ പ്രാവശ്യം ഞാൻ നേരിട്ട് പോയി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ആര് കാരണമാണ് ഇവർ സസ്പെൻഷനിലായത്, അനുഭവിച്ചോ എന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ പോലും ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പെരുമാറ്റം നടത്തുന്ന ഒരു സന്ദർഭം വന്നല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് CBIയിലേക്ക് പോകാനായി തീരുമാനിക്കുകയും ഞാൻ അതിന് വില്ലിങ് ആണ് എന്ന് എഴുതി കൊടുക്കുകയും ചെയ്തത്. അബ്കാരി മുതലാളിക്കെതിരെ യാതൊരു തെളിവും കിട്ടിയില്ല. അദ്ദേഹമാണ് ഇത് വാടകയ്ക്കെടുത്തത്, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിന് യാതൊരു തെളിവും കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കേസിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. വെറുതെ പേരെഴുതി ചേർക്കാൻ പറ്റില്ലല്ലോ. ഈ 11 ഉദ്യോഗസ്ഥർക്കും എതിരെ വിജിലൻസ് കേസ് വന്നില്ല, പകരം ഒരു എൻക്വയറിയാണ് വന്നത്. എൻക്വയറിക്ക് ശേഷം പറഞ്ഞു ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല, ഇവർക്കെതിരെ വേണമെങ്കിൽ ഒരു ട്രൈബ്യൂണൽ എൻക്വയറി നടത്താം. ട്രൈബ്യൂണൽ എൻക്വയറി നടത്തിക്കഴിഞ്ഞാൽ അതിനും ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ മാത്രം കൊടുക്കാനേ സാധിക്കുള്ളൂ. ട്രയൽ പോലെ ഒരു സാധനം നടക്കും. ഒരു ജഡ്ജി തന്നെയാണ് ട്രൈബ്യൂണൽ ഹെഡായിട്ടിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ ഞാൻ ചെന്ന് നിന്ന് എന്നെ പല പ്രാവശ്യം പല ദിവസങ്ങളോളം 11 വക്കീലന്മാർ ഇരിക്കാൻ പോലും സമ്മതിക്കാതെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്ത് എന്നെ ഒരു പ്രതി എന്ന മട്ടിൽ ഭയങ്കരമായിട്ട് കോടതി മുറി വെച്ച് ഹരാസ് ചെയ്തു. അതെങ്ങനെ ചെയ്തു, ഇതിങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് എന്താണ് വ്യക്തിവിരോധം, നിങ്ങൾക്ക് നിങ്ങൾ അഴിമതി മൂടി വെക്കാനല്ലേ അത് ചെയ്തത്, എൻ്റെ കുറേ പഴയ കഥകൾ പൊക്കിപ്പിടിച്ചു, നിങ്ങൾക്കൊരു കുടുംബക്ഷേത്രമില്ലേ, ആ കുടുംബക്ഷേത്രത്തിന് വേണ്ടി നിങ്ങൾ കാശ് വാങ്ങിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ ഒരുപാട് ഹാരാസ് ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറഞ്ഞ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി നിയമിക്കപ്പെട്ട് അവിടെ ഇരിപ്പുണ്ട്. അയാൾ തുറന്നു പോലുമില്ല ഈ സമയം അത്രയും. ഓരോ പ്രാവശ്യം ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒബ്ജക്റ്റ് ചെയ്യുമോ എന്നറിയാനായിട്ട് ഞാൻ എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അയാൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ കേസ് മുഴുവൻ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നത്. അവസാനം ഇത് മുഴുവൻ എഴുതിത്തള്ളി ഈ 11 ഉദ്യോഗസ്ഥന്മാരെയും സർവീസിൽ തിരിച്ചെടുത്തു. അവർക്കെതിരെ യാതൊരു അച്ചടക്ക നടപടിയും ഉണ്ടായില്ല. അവർ ആ കാലയളവിൽ 1.5 വർഷമോ 2 വർഷമോ സസ്പെൻഷനിലായിരുന്ന കാലയളവ് ഒരു പെയ്ഡ് ഹോളിഡേ പോലെ സന്തോഷമായിട്ട് ശമ്പളം മുഴുവൻ തിരിച്ചു കിട്ടി അവർക്ക്. അവർ പിന്നെ പ്രൊമോഷനൊക്കെ കിട്ടി. വളരെ സീനിയർ ലെവലിൽ നിന്നാണ് അവർ വിരമിച്ചത്. എന്നോടൊരു സീനിയർ ഓഫീസർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ശ്രീലേഖ ചെയ്തത് വലിയ അബദ്ധമായിപ്പോയി, ഈ ആളുകൾ അഴിമതിക്കാരാണ് എന്ന് മനസ്സിലായി രജിസ്റ്ററുകളൊക്കെ കിട്ടിയ സമയം ഇവരെ എല്ലാവരെയും വിളിച്ച് മുന്നിലിരുത്തിക്കൊണ്ട് ശ്രീലേഖയ്ക്ക് വേണമെങ്കിൽ പറയായിരുന്നു, നോക്ക് നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വിശ്വസിച്ചാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അഴിമതിക്കാരാണ്, നിങ്ങൾ മാസപ്പടി വാങ്ങുന്നവരാണ് എന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, മേലിൽ നിങ്ങൾ ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്, മാസപ്പടി വാങ്ങിക്കുകയോ അഴിമതി കാണിക്കുകയോ ചെയ്തേക്കരുത്. പക്ഷേ ഈ തൽക്കാലം ഞാൻ നിങ്ങളെ ക്ഷമിക്കുകയാണ്, ഞാൻ ഇവിടെ വെച്ച് ആരെയും അറിയിക്കാതെ ഇത് കത്തിച്ച് കളയാൻ പോവാണ്, നിങ്ങളെല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മുമ്പിൽ വെച്ചിട്ട് ഈ രജിസ്റ്ററിൽ കയറി കളഞ്ഞ് കത്തിക്കണമായിരുന്നു. അപ്പോൾ ഈ ആളുകളെ ഈ ഓഫീസ് 11 ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും എല്ലാം ആജീവനാന്തം ശ്രീലേഖയോട് കൂറുള്ളവരായി മാറിയേനെ. ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ശ്രീലേഖ ഒരിക്കലും നേരിടേണ്ടി വരില്ലായിരുന്നു. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചത്, ഇവർക്കെതിരെ ഒരു നടപടി ആർക്കും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് എനിക്ക് ആ സമയം തോന്നിയെങ്കിലും എന്നെ കൊണ്ടത് പറ്റുമായിരുന്നില്ല. കാരണം ഇപ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. വീണ്ടും ഇത്രയും ബുദ്ധിമുട്ടുകൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടും ഇതുപോലെ വേറൊരു കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിച്ച ശീലമേ എനിക്കുള്ളൂ. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്ത് താൽക്കാലികമായിട്ട് ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സമാധാനം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അഴിമതിക്ക് നേരെ കണ്ണടയ്ക്കാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. എൻ്റെ 33 വർഷത്തെ സർവീസ് കാലയളവിൽ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കേസായിട്ടാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നുന്നത്. സസ്നേഹം, ശ്രീലേഖ.